ഇസ്രായേലിനും അമേരിക്കക്കും ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതാണിപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കേവലം 6 ദിവസം കൊണ്ട് 3 അറബ് രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്ത് അവരുടെ പല മേഖലകളും പിടിച്ചടക്കുകയും അധിനിവേശം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇസ്രായേലിന് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗസയിലെ ചെറിയൊരു ഭാഗം പോലും കീഴടക്കാൻ ഇതുവരെ 1 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. ലെബനാനിലേക്ക് കയറി മാസങ്ങൾ കഴിയുകയാണ്. തുരുതുര മിസൈൽ ആക്രമണം ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ടെറിറ്ററിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിസൈൽ ആക്രമണം ഒന്ന് തടയാൻ പോലും ഇസ്രായേലിന്റെ അതിശക്തമായ സൈന്യവും അതിനൂതന ടെക്നോളജികളും ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇതുകൊണ്ടൊന്നും അവർക്കത് തടയാൻ കഴിയുന്നില്ല. 6 ദിവസം പോയിട്ട് 6 മാസമല്ല 6 വർഷം പിന്നിട്ടാലും ഈ യുദ്ധത്തിൽ ലെബനാനിലെ ഹിസ്ബുള്ളയെയോ അല്ലെങ്കിൽ ഹമാസിനെയോ കീഴടക്കുക എന്നത് ഇസ്രായേലിന്റെ ഒരു നടക്കാത്ത സ്വപ്നമാണ് എന്നാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ എല്ലാ തന്ത്രങ്ങളും എല്ലാ ടെക്നോളജികളെയും മറികടക്കാനുള്ള ഉന്നത സംവിധാനങ്ങളാണ് ഗസയിലുള്ള ഹമാസ് അടക്കമുള്ള സായുധ സംഘങ്ങൾ ചെയ്തു വച്ചിട്ടുള്ളത്. ലെബനാനിലേക്ക് ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ സൈന്യം കടന്നു വരുന്നത് കാത്തിരിക്കുകയാണ് അവിടെ പതുങ്ങി നിൽക്കുന്ന ലെബനാനിലെ ഹിസ്ബുള്ള. ഇസ്രായേലിന്റെ സൈന്യത്തെ ഓരോ ഭാഗത്തേക്കും ആകർഷിച്ച് അവരെ കെണിവെച്ച് പിടികൂടുകയാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും നൽകുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ലെബനാനിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർത്തു കളയുമെന്ന് ഇസ്രായേൽ വീമ്പിളക്കിയിരുന്നു. പക്ഷെ ആ വിടുവായുത്തത്തെയും ഹിസ്ബുള്ള വെറുതെ വിട്ടില്ല. ലെബനാന്റെ ബൈറൂത്ത് ആക്രമിച്ചാൽ ടെല്ലബീബ് ആക്രമിക്കുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രതികരണം. എന്നാൽ ബൈറൂത്ത് ആക്രമിക്കുന്നതോടുകൂടെ 100 കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ടെല്ലബീബിലേക്ക് ചീറിപ്പാഞ്ഞത്. കഴിഞ്ഞ ദിവസം 350-ലധികം മിസൈലുകളാണ് ടെല്ലബീബിന്റെയും പരിസരങ്ങളിലും പതിച്ചിട്ടുള്ളത്. ഇതിൽ 180 പകുതിയിലധികവും ലക്ഷ്യത്തിലെത്തി എന്നതാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ നെതന്യാഹു വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയാണത്രേ ലെബനാനിലെ ഹിസ്ബുള്ളയുമായി. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അല്ല നെതന്യാഹു, നിങ്ങൾ എന്താണ് ലെബനാനിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയിട്ടുള്ളത്? നിങ്ങൾക്ക് ലെബനാനിലെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ലെബനാന്റെ ഏതെങ്കിലും ഭാഗം അധിനിവേശം നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അതിർത്തിയിൽ വന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. മാസം 2 കഴിഞ്ഞു എന്നത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് മിസൈൽ ആക്രമണം നടക്കുമ്പോൾ ആ സൈറ്റുകളെങ്കിലും കണ്ടെത്തി ഈ ഹിസ്ബുള്ളയുടെ സ്റ്റോറേജുകൾ തകർക്കാൻ കഴിയുമെന്നതാണ് ഇസ്രായേലിന്റെ ഏക പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഓരോ ദിവസവും ഡസൻ കണക്കിന് മിസൈലുകൾ ഈ ലെബനാനിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഹൈഫയിലേക്കും അതുപോലെ ടെല്ലബീബിലേക്കും നെഹാരിയ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ചീറിപ്പാഴുന്നു. പക്ഷെ ആ മിസൈൽ വന്ന സ്ഥലങ്ങൾ പോലും തകർക്കാൻ ഇന്ന് ഇസ്രായേലിന്റെ ടെക്നോളജികൾക്കാകുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. 6 ദിവസം കൊണ്ട് ജയിച്ചു എന്ന പേരിൽ അഭിമാനിച്ചിരുന്ന ഇസ്രായേൽ ഇപ്പോൾ ഒരു ചാപ്പിള്ളയെ പോലെ ചെറുതാകുന്നതാണ് ലോകം കാണുന്നത്. ഇസ്രായേലിന്റെ മുന്നിൽ ഇനി ആണവായുധമല്ലാതെ മറ്റൊരായുധവും പുറത്തെടുക്കാനില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ആവുന്ന എല്ലാ പ്രഹരശേഷിയുള്ള മിസൈലുകളും ലെബനാനിലെയും ഗസയിലെയും പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് മുകളിൽ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 100-ലധികം വരുന്ന ഹോസ്റ്റേജ് ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കാൻ പോലും ഒരു നീണ്ട കാലമായിട്ടും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. എവിടെയാണ് ബന്ദികൾ ഉള്ളത് എന്ന് കാണാൻ പോലും ആധുനിക ടെക്നോളജി കൊണ്ട് ഇസ്രായേലിനും അമേരിക്കക്കും കണ്ടെത്താനാവുന്നില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരവിമാനങ്ങൾ, ചാര ഡ്രോണുകൾ ഗസയുടെ മുകളിലൂടെ ഓരോ മണിക്കൂറുകളിലും ചീറിപ്പായുകയാണ്, വട്ടമിട്ട് പറക്കുകയാണ്. പക്ഷെ എവിടെയാണ് ഈ ഹോസ്റ്റേജ് ഉള്ളത് എന്ന് കാണാൻ കഴിയുന്നില്ല. ചതിപ്രയോഗങ്ങളിലൂടെ ചിലരെയൊക്കെ വകവരുത്താൻ കഴിഞ്ഞെങ്കിലും യോദ്ധാക്കളുടെ മുന്നിൽ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ആവുന്നില്ല. ഇസ്രായേലിന്റെ അഭിമാനമായിരുന്ന ഗോലാനി എന്നറിയപ്പെടുന്ന ബ്രിഗേഡ്സ് പോലും ഇപ്പോൾ തകർന്നടിയുകയാണ്. അതോടുകൂടെ ഇനി യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതിൽ രക്ഷയില്ല, ഇസ്രായേലിന് നേട്ടമില്ല എന്ന് അമേരിക്കയും മനസ്സിലാക്കി കഴിഞ്ഞു. ഉടനെ ലെബനാനിലെ ഹിസ്ബുള്ളയുമായി കരാറിലെത്തണം, വെടിനിർത്തണം എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ മുന്നിൽ പരാജയപ്പെട്ട് ഇസ്രായേൽ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴുള്ള ഭരണകൂടത്തിലെ മന്ത്രിമാർ അങ്ങനെയാണ് ഈ വെടിനിർത്തലിനെ അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്.
സ്മോട്രിച്ചും അതുപോലെ ബിൻ ഗഫീറും ഈ രണ്ടുപേരും ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഭരണകൂടത്തിൽ നിലനിൽക്കുന്ന മന്ത്രിമാരാണ്. അവർ പറയുന്നത് ഈ സമയത്ത് വെടിനിർത്തുക എന്ന് പറഞ്ഞാൽ ലെബനാനിലെ ഹിസ്ബുള്ളക്ക് മുന്നിൽ ഇസ്രയേൽ അടിയറ വെച്ച് കീഴടങ്ങിയെന്നാണ്. എന്നാൽ ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ചീറിപ്പാഞ്ഞു വന്ന 350 മിസൈലുകൾ പേടിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കീഴടങ്ങാൻ ശ്രമിക്കുന്നത്. ഇസ്രയേലിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഓരോ സൈനിക കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള ഓരോ ദിവസങ്ങളിലായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബേസുകളിലും ഉണ്ടായിരുന്ന മിലിറ്ററി ബേസിലും ഉണ്ടായിരുന്ന റഡാറുകൾ ഹിസ്ബുള്ള ഓരോ ദിവസവും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ യുദ്ധ സാമഗ്രികൾ, സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും തകർന്നടിയുകയാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട സംവിധാനത്തെ ആക്രമിക്കുമ്പോൾ അതിനു പകരം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറികളെയാണ് ലെബനാൻ ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് ഇസ്രയേലിന് അല്പം പ്രയാസമാണ് എന്ന് അമേരിക്കക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നെതന്യാഹുവിന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. ഈ യുദ്ധം അവസാനിച്ചാൽ തീർച്ചയായും ജയിലായിരിക്കും തൻ്റെ വാസസ്ഥലം എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇസ്രയേലിലെ ജനങ്ങൾ വെറുതെ വിടുകയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് 55% ഇസ്രയേലിലെ ജനങ്ങളും പറയുന്നു ലെബനാനുമായി യുദ്ധം അവസാനിപ്പിക്കരുത്, ലെബനാനിലെ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തണമെന്നാണ്. ഇത്രയും കൂടുതൽ പിന്തുണയുണ്ടായിട്ടും എന്തിനാണ് നെതന്യാഹു നിങ്ങൾ ഹിസ്ബുള്ളയുമായി യുദ്ധം നിർത്തുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ: പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. ഇത്രയും പിന്തുണയുണ്ടായിട്ടും ഇങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ നെതന്യാഹു എന്തെങ്കിലും ലെബനാനിൽ നേടിയിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഗാലന്റിനെ പോലും മാറ്റി നിർത്തി പുതിയ ഒരു ശക്തമായ തീവ്രവാദിയായ പ്രതിരോധ മന്ത്രിയെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന തന്നെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുമെന്നാണ്. അതുപോലെ ഹിസ്ബുള്ളയുടെ ടെറിറ്ററികളെല്ലാം ഞങ്ങൾ പിടിച്ചടക്കും, അധിനിവേശം നടത്തുമെന്നാണ്. നെതന്യാഹുവിനോട് ചോദിക്കുന്നത് ഈ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ നെതന്യാഹു സാധിച്ചിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചിട്ടുണ്ടോ? അതുപോലെ ഹിസ്ബുള്ളയുടെ ടെറിറ്ററികൾ കയറി അധിനിവേശം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. പിന്നെ നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കീഴടങ്ങുക എന്ന് പറഞ്ഞ സ്മോട്രിച്ചിന്റെ വാക്കുകൾ തന്നെയാണ് യഥാർത്ഥത്തിലൂടെ ശരിയായി തോന്നുന്നത്. ഏതായാലും ഇസ്രയേലിന്റെ അന്ത്യം അടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലെബനാനിലെ ഹിസ്ബുള്ളയോട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് വലിയ സന്നാഹത്തോടെ ഹിസ്ബുള്ള വരും നാടുകളിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ്. ഇസ്രയേലിന്റെ മുന്നിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് പ്രതിരോധിക്കാനുള്ളത് എന്ന് ഹിസ്ബുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്തിനെ തകർക്കാൻ കഴിയും, എന്തിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാനും അതുപോലെ ഹിസ്ബുള്ളയും തുടങ്ങിയ സംഘങ്ങളെല്ലാം കൃത്യമായും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള നീക്കം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ലൂപ്പ് ഹോളിൽ തന്നെയായിരിക്കും ഈ ഹിസ്ബുള്ളയും ഇറാനും ഇറങ്ങിക്കളിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. താടിനെ പോലും തട്ടിത്തകർത്ത യമനികളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ തന്നെയാണ് ഇസ്രയേലിന് മുന്നിൽ ഏറ്റവും വലിയ മറ്റൊരു പ്രതിസന്ധി. കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടേതായിട്ടുള്ള ഇസ്രയേലിലെ എയർബേസ് സംരക്ഷിക്കാൻ വേണ്ടി, നവാത്തീൻ എയർബേസ് സംരക്ഷിക്കാൻ വേണ്ടി വലിയൊരു സംവിധാനം ഒരുക്കി വെച്ചതാണ് താഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം. അമേരിക്കക്ക് മുന്നിൽ ഇതിലേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇനി വിന്യസിക്കാനില്ല എന്നത് ലോകത്തിനറിയാം. എന്നാൽ ഈ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടാണ് യമനിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായി അറിയപ്പെടുന്ന അറബ് രാജ്യത്തിലെ യമനികൾ എന്നറിയപ്പെടുന്ന പാവപ്പെട്ട വിഭാഗത്തിന്റെ സായുധ സംഘത്തിന്റെ ഹൈപ്പർസോണിക് മിസൈലുകളിലൂടെ തൂത്തെറിഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് മറികടന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് ഈ മിസൈൽ എത്തിയിരിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ മുന്നിൽ, അമേരിക്കയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് എന്നത് ഒരു ശരിയാണ്. ഇനി വെടിനിർത്തലല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. 6 ദിവസത്തിന്റെ പ്രതാപം പറയുന്ന കാലം അവസാനിച്ചു എന്നത് ഉറപ്പാണ്. 6 മാസം പോയിട്ട് 6 വർഷം യുദ്ധം ചെയ്താലും ഇനി ഇസ്രയേലിന്റെ ഒരു ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കില്ല. മാത്രമല്ല ഇസ്രയേലിനെ തകർക്കാൻ ഇസ്രയേലിന്റെ ചുറ്റും എല്ലാവിധ സംവിധാനങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇസ്രയേലിന് യുദ്ധമല്ല, ചതിയിലേക്ക് കടക്കൽ തന്നെയാണ് ഏറ്റവും അഭികാമ്യമെന്ന് അമേരിക്കയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനി യുദ്ധം അവസാനിപ്പിച്ച് ലെബനാനിൽ വീണ്ടും ചതിപ്രയോഗങ്ങൾ തന്നെ നടത്തുക എന്നതായിരിക്കും അമേരിക്കയുടെയും മൊസാദിന്റെയും ഇസ്രയേലിന്റെയും ഒക്കെ തന്ത്രമെന്ന് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതേസമയത്ത് ഗസയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പരിഹാരം കാണാതെ
ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ അംഗീകരിക്കുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാൻ ആണെങ്കിൽ അനുയോജ്യമായ സമയം നോക്കി കാത്തിരിക്കുകയാണ്. ഇസ്രയേലിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആഘാതമേൽപ്പിക്കുന്ന ശക്തമായ തിരിച്ചടിയായിരിക്കും ഇറാന്റെ ഭാഗത്തുണ്ടാവുക. ഇന്നും ഇറാൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ തിരിച്ചടി ഉറപ്പായും സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നാൽ അമേരിക്കക്ക് പോലും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ദാരുണമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രമുള്ളത്. ഉക്രൈനിലാണോ അതല്ല തായ്വാനിലാണോ ഇസ്രയേലിലാണോ അമേരിക്കയുടെ ഇടപെടേണ്ടത് എന്നത് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ കടലിനും ചെകുത്താനുമിടയിൽ അമേരിക്കയുമുണ്ട്. മാത്രമല്ല, ഹൂത്തികളുടെ അതിശക്തമായ ആക്രമണത്തിൽ തങ്ങളുടെ USS അബ്രഹാം ലിങ്കൺ പോലും ലക്ഷ്യവെക്കപ്പെട്ട സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വലിയ വിലപിടിപ്പുള്ള കപ്പലുകളുമായി അമേരിക്കയും സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇനി അത് കുറച്ചുകൂടെ ദിവസം ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോ പുറത്തു പോയാൽ വരെ അത് അമേരിക്കയുടെ പരാജയമാണ് എന്ന് അമേരിക്കക്കാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇസ്രയേലിന് എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, അഭിമാനം സംരക്ഷിക്കാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അമേരിക്കക്കാരൻ അവന്റെ കപ്പലുമായി മിഡിൽ ഈസ്റ്റിൽ നിന്ന് അറബിക്കടലിൽ നിന്ന് ഓടിയിരിക്കുകയാണ്. ഇനി എന്താണ് ഇസ്രയേലിന്റെ ഭാവി എന്നത് കണ്ടറിയുക തന്നെ വേണം.